guys, welcome to day 4 ക്രൂസിൻ്റെ വയ്യ ഭയങ്കര തലകർക്കും ഭയങ്കര ഛർദ്ദിക്കാൻ വരൽ ബിക്കോസ് ഇന്ന് കടൽ പ്രക്ഷുബ്ധമാണ്. ഇത് കണ്ടോ, കറങ്ങിപ്പോകുന്ന മനുഷ്യർ ഫുള്ള് തലകർക്കും ഛർദ്ദിനുമായിരുന്നു. ബാക്കി താണ്ടേ ഇതിന് വലിയ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. ഇച്ചിരി വയറ് കൂടിയിട്ടുണ്ട്, ഇച്ചിരി വയറ് കൂടി കാണും, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാക്കി എല്ലാവരും ഉണ്ട്. ഇന്ന് കുറച്ച് ഷോപ്പിങ്ങും ഡ്യൂട്ടി ഫ്രീ ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് ആരൊക്കെയോ ഹലോ ഒക്കെ പറയുന്നുണ്ട്. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഇന്നൊരു ദിവസം കടന്നുപോയി. വയ്യെങ്കിലും നമ്മൾ ഷോപ്പിംഗ് മുടക്കരുത്, കാരണം ഈ അവസരം ഇനി കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങളിപ്പോൾ ഒരു കസീനോയിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ്. ഇതാണ് ഞങ്ങളുടെ 4ാമത്തെ ദിവസം. രാത്രി പാർട്ടിയുണ്ട്, പോകാൻ ശക്തിയില്ല, കാരണം കാല് നിലത്തുറയ്ക്കുന്നില്ല. വെള്ളമടിച്ചിട്ടല്ല, കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ടും. നമ്മുടെ സ്റ്റാറ് നടന്നില്ലേ? ഏത് സ്റ്റാർ? അവിടെ വെള്ളമെടുപ്പ് പെർഫോമൻസ്. ഓ, എന്തിനാ അവരൊക്കെ കണ്ടോ? ഇതാണ് കസീനോയിലൊരു കാര്യങ്ങളാണ്. ഇന്ന് രാത്രി ഉറക്കം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്നാലും വളരെ മനോഹരമായി നമ്മുടെ ക്രൂസ് അവസാനിക്കാൻ പോവുകയാണ്. എവിടെയെങ്കിലും ദൂരയാത്രയ്ക്ക് പോകണം. നമ്മൾ ആർക്കേഡിൽ വന്നിരിക്കുകയാണ്. കുട്ടികളുമായിട്ട് കുട്ടികൾ കളിക്കട്ടെ എന്ന് ഓർത്തു. ഇതാണ് കുട്ടികൾ, ഇതല്ല കുട്ടി, സോറി, അതാണ് കുട്ടികൾ. തൂണിന്റെ ആവശ്യമുണ്ട്, കാരണം ഒരു തൂണിന് ചാരാൻ എപ്പോഴും ആവശ്യമുണ്ട്. മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ? അയ്യോ, ആണോ? ദാണ്ടേ എലീസ കുട്ടനെ. ഇതാണ് ഞങ്ങളുടെ സ്വന്തം മിട്ടുമണി. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വന്നേക്കുവാണ്. വളരെ ടേസ്റ്റിയായ ഫുഡ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഉടനെ വരുന്നതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. മേക്കപ്പ് കൂടുതലാണോ കുറവാണോ എന്നൊന്നും അറിയില്ല. ദീപക്, ബെൻസിൻ ചേട്ടാ, എല്ലാവർക്കും ലിപ്സ്റ്റിക്. ആൽഫി, ജയലക്ഷ്മി, കുഞ്ഞി പെൻസ്, സ്റ്റൈലിലിരിക്കുന്ന ആൽഫി. മേക്കപ്പ് ഇട്ട തമ്പി. ഈ തമ്പിയാണ് നമ്മൾക്ക് ഈ സൂപ്പും ഫുഡും ഒക്കെ കൊണ്ടുതരുന്നത്. കാലിൽ നിലത്തുറയ്ക്കുന്നില്ല. ഒരു പ്രത്യേക തരം ഒഴുകി നടക്കുന്ന അവസ്ഥയാണിത്.